രാവിലെ എണീച്ചപ്പോൾ തന്നെ കണ്ട വീഡിയോ നമ്മുടെ അശ്വന്ത് ഗോക്കിന്റെ പൊട്ടിത്തെറിക്കുന്ന ഒരു വോൾക്കാനിക് ഇറപ്ഷനാണ് ഞാൻ കണ്ടത്. 1 ലക്ഷം രൂപ ഞാൻ നിന്റെ മരപ്പട്ടി നിന്റെ അടുത്ത് 1 ലക്ഷം രൂപ ചോദിക്കാൻ മാത്രം തെണ്ടിയാണ് ഞാൻ. അത്രയ്ക്ക് അതപ്പശമാണ് നിന്റെ 1 ലക്ഷം. പോടാ. ഒരാൾ ഇങ്ങനെ ഇല്ലാത്ത കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ വി ഗെറ്റ് വെരി ഡിഫെൻസീവ്. 100% ഞാൻ യോജിക്കുന്നു. അപ്പൊ എനിക്ക് ദൃശ്യം വർക്കായില്ല, അതിന് എന്റേതായ റീസൺ ഉണ്ട്. അതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. ഫ്ലാഷ് ബാക്ക്. ഓക്കെ എന്നല്ലാതെ എനിക്ക് ഭയാനകമായിട്ടുള്ള ഒരു പടം കണ്ട ഒരു സാധനമൊന്നുമില്ല. ഹൈ മൂമെന്റ്സ് ഇല്ല ഈ പടത്തിൽ. വളരെ ഫ്ലാറ്റ് ആയിട്ട് പോകുന്ന ഒരു ത്രില്ലർ സിനിമയാണ്. വളരെ മോശമായി. ഞാൻ പറയാം, എനിക്ക് ആ ഫസ്റ്റും സെക്കൻഡ് ഇനി അതിന്റെ ഫ്രാഞ്ചൈസിയിൽ ഇത് വെക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒറ്റയ്ക്കായി ഈ പറയുന്ന ദൃശ്യത്തിന്റെ കാര്യത്തില്. എനിക്ക് ഒരു കുഴപ്പമില്ല. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഞാൻ പറയാം, എനിക്ക് എന്ത് ഫീൽ ചെയ്തു എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാനിപ്പം ഈ പറയുന്ന സിനിമയും കണ്ടു വന്നിട്ട് ഇപ്പൊ അശ്വന്തിന്റെയോ ബാക്കിയുള്ളവരെയൊക്കെ റിവ്യൂവും കണ്ട് ഈ പറയുന്ന പബ്ലിക് റെസ്പോൺസും കണ്ടിട്ട് എനിക്കൊരു വീഡിയോ ഇടാൻ പാടാണോ? കാശ് മേടിച്ച് സിനിമ റിവ്യൂ എന്ന് പറയുന്നത് എനിക്ക് അതിന്റെ ലോജിക് ഇന്നും മനസ്സിലായിട്ടില്ല. അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചു വേണമെങ്കിൽ പറയാം, കിടിലം പടമായിരുന്നു, സൂപ്പർ പടമായിരുന്നു. പക്ഷെ അതല്ലല്ലോ, നമ്മളേതായ ഇൻഡിവിജ്വാലിറ്റി ഒരു സാധനത്തിൽ കാണിക്കുമ്പോഴാണ് അതിന്റെ ഒരു ക്രെഡിബിലിറ്റി ഉള്ളത്. എനിക്ക് അങ്ങനെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയിട്ടില്ല. ഞാൻ ചെയ്യുന്നു, അത് കാണാൻ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മളെ വിമർശിക്കുന്നു. അതായത് അതാണ് പ്രശ്നം. വേറൊരു കാര്യം എനിക്ക് സിനിമാക്കാരത്ത് പറയാനുള്ളത്, നിങ്ങൾ എടുക്കുന്ന എല്ലാ പടങ്ങളും നാട്ടുകാർ ഹിറ്റാക്കി തരണം എന്നുള്ള ഒരു നിർബന്ധത വെക്കരുത്. ബിക്കോസ് എത്രയോ വർഷങ്ങളായിട്ട് ഫ്ലോപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു അർത്ഥം ഉണ്ടല്ലോ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ റിലേ ചെയ്യുന്നത് ഒരു മാസ് ഓഡിയൻസിനെയാണ്, അല്ല നിങ്ങൾ റിലേ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഒരു ഇൻഡിവിജ്വൽ ആയ ഒരു റിവ്യൂവറിനെ അല്ല. മനസ്സിലായി? നിങ്ങൾ സിനിമ എടുക്കുന്നത് അവർക്ക് വേണ്ടിയല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു രൂപ ഒരുത്തൻ്റെ ഒരു സാധനം മേടിച്ചിട്ട് റിവ്യൂ ഇട്ടു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അടുത്ത ദിവസം തീർന്ന് ആ ചാനൽ, ഞാനൊക്കെ ചാനലിന്റെ വീട്ടിൽ അങ്ങ് വീട്ടിൽ പോവാം. സത്യമാണോ? നിങ്ങളുടെയൊക്കെ അമ്മയാണ് സത്യം. യുവർ മദേഴ്സ് പ്രോമിസ്. നീ കള്ളനാണെന്ന്, ഈ കള്ളനല്ലാത്തൊരുത്തന്നെ നീ കള്ളനാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സത്യം പറഞ്ഞാൽ മൂക്കി ഞാൻ വെച്ച് ഇടിച്ചു തരാൻ. ഇതൊക്കെ അടിച്ചങ്ങ് തലേ വെച്ച് തരുക. ഇവ ഇങ്ങനെയാണ്, അവ അങ്ങനെയാണ്, ഇവ ഇങ്ങനെയാണ്, ഇവൻ കാശ് മേടിച്ച്, അവന്റെ അളിയനാണ് എനിക്ക് കാശ് തന്നത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? അപ്പൊ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, നിങ്ങൾ ബേസ്ലെസ് ആയിട്ടുള്ള ഈ അലിഗേഷൻസ് പലരും നിർത്തുക. നിങ്ങളുടെ കയ്യിൽ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കം ഫോർവേഡ്. നിങ്ങൾ എടുത്ത് വീശി കൊല്ലി. ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചോടാ ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് നിങ്ങളത് പ്രൂവ് ചെയ്ത ഞാൻ നിർത്തും. എത്രയോ മില്യൺ സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ കിട്ടുന്ന ചാനലാണ്. ഞാൻ നിർത്തും ഈ സാധനം. അമ്മച്ചിയാണ് ഡിലീറ്റ് ചെയ്യും. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം.